ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ BSc അഗ്രികൾച്ചറിന്റെ A to Z കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് BSc അഗ്രികൾച്ചറിനെ കുറിച്ചിട്ടുള്ള സ്കോപ്പും പിന്നീട് ആ കോഴ്സിനെ കുറിച്ചിട്ടുള്ള അനുബന്ധമായിട്ടുള്ള കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഒരു അഗ്രികൾച്ചർ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അഗ്രികൾച്ചർ എടുക്കണമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇരുന്ന് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ചാനലിൽ ഞാൻ ഇതിനു മുമ്പ് നീറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ കണ്ടന്റും ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഏതെങ്കിലും വീഡിയോസ് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അതിരുന്ന് കാണാം. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ BSc അഗ്രികൾച്ചർ എടുക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര മിക്ക കുട്ടികൾ MBBS കിട്ടിയില്ല, അതിന്റെ സങ്കടത്തിൽ എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏത് കോഴ്സ് ആയിക്കോട്ടെ, അതിപ്പം MBBS ഇല്ലാതെ BDS അഗ്രികൾച്ചറോ ഏത് കോഴ്സും ആയിക്കോട്ടെ, നമുക്കത് ഇഷ്ടത്തോടെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒന്ന് നമ്മൾ MBBS കിട്ടാത്തതിന്റെ നിരാശയിൽ പോയി എടുക്കുക, അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ പ്രഷറിൽ പോയി എടുക്കുക. ഇനി MBBS എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ പൈസ ഇല്ല, സോ അഗ്രികൾച്ചർ എങ്കിൽ അഗ്രികൾച്ചർ, അല്ലെങ്കിൽ BDS എങ്കിൽ BDS, അങ്ങനെ വിചാരിച്ച് ഒരു കോഴ്സും എടുക്കാതിരിക്കുക. അത് നമുക്ക് ആ കോഴ്സിനോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് നോക്കുക. അത് നമുക്ക് അത്രയും പഠിക്കാൻ നമുക്ക് അത്ര ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഏതൊരു കോഴ്സ് ആയാലും തിരഞ്ഞെടുക്കാം. ഞാൻ കണ്ടിട്ടുണ്ട് മിക്ക കുട്ടികളും അഗ്രികൾച്ചറോ അല്ലെങ്കിൽ BDS എടുത്തിട്ട് MBBS കിട്ടാത്തതിനെ കുറിച്ച് റിഗ്രറ്റ് അടിച്ച് ആ കോഴ്സ് ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കോളേജ് ലൈഫിനെ അത് വല്ലാതെ ബാധിക്കും. അപ്പം എന്റെ ഒരു സമയത്ത് എനിക്ക് അഗ്രികൾച്ചർ ഓക്കെ ആയിരുന്നു. എനിക്ക് അങ്ങനെ MBBS വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്ന് വെച്ചിട്ട് MBBS കിട്ടാതാവുമ്പോൾ ഞാൻ അങ്ങനെ റിഗ്രറ്റ് അടിക്കത്തൊന്നും ഉണ്ടായിരുന്നില്ല. അഗ്രികൾച്ചറിൽ ഞാൻ ഭയങ്കര ഓക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് മെഡിസിന് സീറ്റ് കിട്ടിയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറിയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ആദ്യം ഒരു കോഴ്സ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുക്കുക. ഇനിയിപ്പോ നിങ്ങൾക്ക് അല്ല MBBS തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ, സൂപ്പർ റിപ്പീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫോർത്ത് ടൈം റിപ്പീറ്റ് ചെയ്യാനൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പം ഇനിയിപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ അഗ്രികൾച്ചർ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാട്ടോ. അപ്പം അഗ്രികൾച്ചറിന് മെയിൻലി 4 കോളേജസ് ആണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതില് റാങ്ക് വരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാല്, തിരുവനന്തപുരത്തിലെ വെള്ളയിൽ കിട്ടാൻ വേണ്ടി 7283 കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് കട്ട് ഓഫ് വരുന്നത്. ഇനി തൃശ്ശൂരാണെങ്കിൽ 5021. ഇനി കാസർഗോഡ് ആണെങ്കിൽ 8319. ഇനി വയനാടാണെങ്കിൽ അത് 8302 ആണ്. അതായത് നിങ്ങൾക്കൊരു 8500 വരെ റാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു അവസാനത്തെ അലോട്ട്മെന്റിലായാലും നിങ്ങൾക്ക് കയറി പോകാൻ പറ്റും. നിങ്ങൾ ഒരു 8000 റാങ്ക് വരേണ്ടി കഴിഞ്ഞ വർഷത്തെ വെച്ചിട്ട് നമ്മൾ സേഫ് ആണ്. റാങ്ക് ഏകദേശം കഴിഞ്ഞ വർഷത്തെ തന്നെ കേട്ടോ കമ്പയർ ചെയ്യുക. മാർക്ക് കട്ട് ഓഫ് മാറിയാലും റാങ്ക് ഏറെക്കുറെ ഈ റാങ്കിലുള്ള കുട്ടികളെ തന്നെയായിരിക്കും എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു 8500 റാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് അലോട്ട്മെന്റിലായാൽ പോലും നിങ്ങൾക്ക് അഗ്രികൾച്ചർ ഗവൺമെന്റ് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ, ഞാൻ പറയും ജനറൽ കട്ട് ഓഫ് ആട്ടോ. ഇനി അത് ഇടവയൊക്കെ ആവുന്ന സമയത്ത് 10000 വരെ പോയിട്ടുണ്ട്. 10500 വരെ ഇഴവ കാറ്റഗറിയിലൊക്കെ പോയിട്ടുണ്ട്. ഇനി അത് SC ST ആണെങ്കിൽ 20000, SC ആണ് 20000 വരെ, ST ആണ് 25000 വരെയൊക്കെ നമ്മുടെ കേരള റാങ്ക് കട്ട് ഓഫിൽ നമുക്ക് അഗ്രികൾച്ചർ കോഴ്സ് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ അഗ്രികൾച്ചറിന് കോഴ്സ് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. മെയിൻലി അഗ്രികൾച്ചർ നമുക്ക് റിക്രൂട്ട് ചെയ്യുന്നത് ഒന്ന് നീറ്റ് വഴിയാണ്, 2 ഐക്കറിന്റെ എക്സാം ആണ്. ഐക്കറിന്റെ എക്സാം മിക്ക നീറ്റ് ആസ്പിറൻസ് എഴുതിയിട്ടുണ്ടാവും, ഞാനും എഴുതിയിട്ടുണ്ട്. അതൊന്നും എനിക്ക് ആ സമയത്ത് ഒരു ഓൺലൈൻ ടെസ്റ്റ് ആയിരുന്നു. അപ്പം ഈ 2 ഇതിലാണ് നമ്മൾ അഗ്രികൾച്ചർ കോഴ്സിലേക്ക് ഗവൺമെന്റ് റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പം ഇതല്ലാതെ കുഞ്ഞു കുഞ്ഞു ടെസ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ഇനി പ്രൈവറ്റ് കോളേജസും ഉണ്ട്, അവിടെയും ടെസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ എപ്പോഴും ഐക്കറിന്റെ അണ്ടറിൽ പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ബാക്കിയുള്ളതൊക്കെ ഐക്കർ അക്രഡിറ്റഡ് കോളേജ് അല്ല എങ്കിൽ നമുക്ക് PSC കാര്യങ്ങളൊന്നും എഴുതാൻ പറ്റില്ല. അതായത് നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അത്ര അവിടെ കട്ടാവും. അപ്പൊ മിക്കവരും പറയുന്നുണ്ടായിരിക്കും അഗ്രികൾച്ചർ പഠിച്ച ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാന്ന്. മിക്കവരും പ്രൈവറ്റ് പഠിച്ച ആളുകളായിരിക്കും. പ്രൈവറ്റില് അഗ്രികൾച്ചർ കോഴ്സ് ഉണ്ട്, അതായത് കേരളത്തിലുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്ത്യയിൽ വേറെ സ്റ്റേറ്റിലുണ്ട്. അപ്പം ആ സ്ഥലത്തൊക്കെ പഠിച്ചാൽ നമുക്ക് ഒരിക്കലും ഗവൺമെന്റ് ടെസ്റ്റും കാര്യങ്ങളും ഒന്നും എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മെയിൻലി ഈ 2 ഐക്കർ അല്ലെങ്കിൽ നീറ്റ് വഴിയാണ് നമ്മൾ ഒരു അഗ്രികൾച്ചർ കോളേജിലേക്ക് എത്തുന്നത്. അപ്പം ഈ കോഴ്സ് എന്ന് പറയുന്നത് ഒരു 4 വർഷത്തെ കോഴ്സാണ്. അപ്പം അതിൽ പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇതിൽ ജോയിൻ ചെയ്യാൻ ഭയങ്കര രസമാണ് അവരുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കാണാൻ. കാരണം ആദ്യത്തെ ഒരു സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ അവർക്ക് സൗത്ത് ഇന്ത്യ ട്രിപ്പ് ഉണ്ടാവും. എന്റെ കോളേജിൽ മെഡിക്കൽ കോളേജ് ഇന്ന് വരെ ഒരു ട്രിപ്പ് കൊണ്ടുപോയിട്ടില്ല. പക്ഷെ അവർക്ക് സൗത്ത് ഇന്ത്യ ട്രിപ്പ് ഉണ്ടാവും.
പിന്നെ തേർഡ് ഇയർ ആയിരിക്കും നോർത്ത് ഇന്ത്യ ട്രിപ്പ് ഉണ്ടാവും. അതായത് ഒരു അഗ്രികൾച്ചർ സ്റ്റുഡന്റ് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അവർ ഇന്ത്യ മുഴുവൻ കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി നമ്മൾ ഫാമും കാര്യങ്ങളാണ് വിസിറ്റ് ചെയ്യേണ്ടത്. അത് എഞ്ചിനീയറിംഗ് കുട്ടികൾ ഐവി പോകുന്ന പോലെയാണ്. ഇൻഡസ്ട്രി വെച്ച് ബാക്കി എല്ലാ സ്ഥലത്തും വിസിറ്റ് ചെയ്യും. അതേ കണക്കാണ് ഇത്. എല്ലാ സ്ഥലത്തും മണാലി, താജ്മഹൽ എന്നൊക്കെ പറഞ്ഞ എല്ലാ സ്ഥലത്തും വിസിറ്റ് ചെയ്യും ഇവര്. അപ്പൊ രസമാണ് അവരുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കാണാൻ. പിന്നെ അവരുടെ പ്രാക്ടിക്കലൊക്കെ എനിക്ക് തോന്നുന്നു ഫൈനൽ ഇയറിലാണ് അവരുടെ പ്രാക്ടിക്കൽ തുടങ്ങുന്നത്. ആദ്യത്തെ 3 ഇയർ തിയറിയാണ്. ഫൈനൽ ഇയർ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പല പല സ്ഥലത്ത് പോയി ഫാമിൽ പോയി വർക്ക് ചെയ്യാം, പിന്നെ ഫീൽഡിലോട്ട് ഇറങ്ങാം. അപ്പൊ അതിന് പ്രത്യേക യൂണിഫോം, പിന്നെ നമ്മളെ പേരിൽ ഒരു ചെടി നട്. ഞാൻ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ സ്റ്റാറ്റസ് ഒരു കുട്ടികളെ. പക്ഷെ ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്. ലൈഫ് കൂടുതൽ സ്ട്രെസ്സും കാര്യങ്ങളൊന്നുമില്ല. ഒരു മെഡിക്കൽ കോളേജിൽ ഒരു ഏറ്റവും കൂടുതൽ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അക്കാഡമിക് സ്ട്രെസ് എന്ന് പറയുന്നത്. പക്ഷെ അതൊന്നുമില്ല. ഭയങ്കര രസമാണ് അവരുടെ കാണാൻ. നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അതിന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. അപ്പം നല്ല രസമാണ് അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. അധികം സ്ട്രെസ് ഇല്ല, ഭയങ്കര അക്കാഡമിക് പ്രഷറും കാര്യങ്ങളും ഒന്നുമില്ല. ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര നല്ലതായിരിക്കും. പിന്നെ നമ്മൾ കുറച്ചും കൂടി എന്താ പറയാ പഠിക്കാനായാൽ പോലും കുറച്ചുകൂടി സിമ്പിൾ ആണ്. കാരണം ഒരു 10ഓളം സബ്ജക്റ്റുകളാണ്. സെമസ്റ്റർ കൂടുതലുണ്ട് കേട്ടോ ഇവർക്ക്. എപ്പോഴും സെമസ്റ്റർ ഉണ്ട്. പക്ഷെ നല്ല ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ആണ്. കുറെ സബ്ജക്റ്റ് ഇവർക്ക് പഠിക്കാനുണ്ട്. അതായത് അഗ്രോണമി, ഹോർട്ടിക്കൾച്ചർ, പ്ലാന്റ് ബ്രീഡിംഗ്, പിന്നെ ബയോടെക്, ബയോ കെമിസ്ട്രി, സോയിൽ കെമിസ്ട്രി, അങ്ങനത്തെ സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒത്തിരി ടോപ്പിക്സ് പഠിക്കാനുണ്ട്. പക്ഷെ എല്ലാം സിമ്പിൾ ആണെന്ന് ഇവർ പറയാറുണ്ട്. അപ്പം പിന്നെ നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഓവറോൾ അഗ്രികൾച്ചറിൽ ഒരു പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷെ സിമ്പിൾ ആട്ടോ. കുറെ പേര് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട് ഭയങ്കര സിമ്പിൾ ആണെന്ന്. അപ്പൊ എനിക്കറിയില്ലല്ലോ, എനിക്ക് നേരിട്ട് അറിയില്ല. പക്ഷെ അവർ പറയുന്നതായിട്ടാണ് ഞാൻ പറയുന്നത് സിമ്പിൾ ആയിരിക്കാം. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മള് ആഫ്റ്റർ BSc അഗ്രികൾച്ചർ നമുക്ക് എന്തൊക്കെ സ്കോപ്പ് ഉള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു BSc അഗ്രികൾച്ചർ കൊണ്ട് നമുക്ക് വലിയൊരു നിലയിലുള്ള ഒരു പോസ്റ്റ് എത്താൻ പറ്റുമെന്ന് വെച്ചാൽ മേ ബി ഉണ്ടാവില്ല. കാരണം അതിപ്പോ MBBS പഠിച്ചാലും വലിയൊരു നിലയിലുള്ള MBBS കൊണ്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു എന്താ പറയാ എന്തിന്റെ ആയാലും ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കണം. അപ്പം പല രീതിയിലും നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് ഇപ്പം BSc അഗ്രികൾച്ചറിൽ പഠിക്കുന്ന ഓരോ സബ്ജക്റ്റിലും നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാകുന്ന സമയത്ത് നമുക്ക് അത് ബേസ് ചെയ്തിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല് BSc അഗ്രികൾച്ചർ പഠിച്ചതിന് ശേഷം MBA പഠിക്കുന്നതാണ്. അപ്പൊ BSc അഗ്രികൾച്ചർ പഠിച്ച ശേഷം നമ്മൾ MBA പഠിക്കുവാണെങ്കിൽ, കാരണം അപ്പൊ നമ്മൾ കുറച്ചും കൂടി ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് രണ്ടും കൂടി നമ്മളെ ലൈഫിൽ വരും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഫുഡ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഫെർട്ടിലൈസർ മാർക്കറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് എത്താനും, പിന്നെ ഒപ്പം തന്നെ ഇത്തരം കാര്യത്തിന്റെ ഇൻഡസ്ട്രീസിൽ വ്യവസായത്തിൽ വർക്ക് ചെയ്യാനും കൂടി സാധിക്കും. പിന്നെ പല കമ്പനിയിലും അഗ്രികൾച്ചർ പഠിച്ചിട്ട് MBA ഉള്ള ആളുകളെയാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പൊ ഇതുപോലത്തെ ഫുഡ് അല്ലെങ്കിൽ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രീസിലൊക്കെ കൂടുതലും ഇത്തരം ആളുകളെയാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ ടീച്ചിങ് പ്രൊഫഷനിലോട്ടും പോവാം. അതായത് വൺസ് BSc അഗ്രികൾച്ചർ കഴിഞ്ഞ ശേഷം നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് കയറാം. ഇനി നമ്മൾ PSc വഴി എക്സാംസ് എഴുതുവാണെങ്കിൽ നമുക്ക് VHSC സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ പറ്റും. VHSC എന്ന് പറയുന്നത് നമുക്കറിയായിരിക്കും. അതായത് +1 +2 നമ്മളിപ്പം മാത്സ് ഇല്ലാതെ പഠിക്കുന്ന ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പം അതാണ് VHSC. അപ്പം VHSCയിൽ നമുക്കും പഠിപ്പിക്കാനും പറ്റും. നമുക്ക് ഇതുപോലത്തെ ഏതെങ്കിലും കോളേജസിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ടും BSc കഴിഞ്ഞ ശേഷം നമുക്ക് ഗവൺമെന്റ് സെക്ടറിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഒത്തിരി എക്സാംസ് ഉണ്ട്. ഗവൺമെന്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഒത്തിരി, അതായത് ഇപ്പം കുറെ നമ്മുടെ അഗ്രികൾച്ചർ മേഖല ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അവിടെ തന്നെ മെയിൻലി ഒരു എഴുതുന്ന എക്സാം എന്ന് പറയുന്നത് PSc ആണ്. PSc എന്നൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് സോയിൽ സർവേ ആയിട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ ഡിപ്പാർട്ട്മെന്റിലോട്ട് നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെന്ന് പറയുന്നത് KAS ആണ്. ഇവിടെയും ഇതും ഒരു എക്സാം ആണ്. ഇതും നമുക്ക് ഗവൺമെന്റിലേക്ക് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ പൊതുവായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ബാങ്കിങ് മേഖലയാണ്. അതായത് വൺസ് അഗ്രികൾച്ചർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം IBPS എക്സാമോ അങ്ങനത്തെ എന്തെങ്കിലും ബാങ്ക് ടെസ്റ്റ് എഴുതിയ ശേഷം നമ്മൾ ബാങ്കിലേക്ക് കയറും. അത് നമ്മൾ ആ കയറുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ചില്ലറ പോസ്റ്റ് അല്ല, നമ്മൾ അസിസ്റ്റന്റ് മാനേജർ ആയിട്ടും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ വലിയൊരു പോസ്റ്റിലേക്കാണ് നമ്മൾ കയറുന്നത്. അപ്പം എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു UG പഠിച്ച് PG പഠിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കുട്ടികളെക്കാളും അല്ലെങ്കിൽ ഒരു BTech അല്ലെങ്കിൽ അഗ്രികൾച്ചർ കുട്ടീനെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് അഗ്രികൾച്ചർ കുട്ടിക്കാണ്. അതായത് അവർക്ക് റിസർവേഷൻ ആണോ എന്താന്ന് അറിഞ്ഞൂടാ, പക്ഷെ അവർക്ക് കുറച്ചും കൂടി അവരെ എടുത്തതിന് ശേഷം മാത്രമേ
ബാക്കിയുള്ള കോഴ്സ് ആർക്കും എടുക്കാറുള്ളൂ. ഞാൻ പറയുന്നത് ബാങ്കിന്റെ കാര്യം കേട്ടോ. അപ്പം കൂടുതൽ ബാങ്ക് പ്രൊഫഷനിലേക്ക് ഒത്തിരി പേര് പോയിട്ടുണ്ട്. എനിക്ക് പേഴ്സണൽ അറിയാവുന്നവർ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പം അതും മറ്റൊരു ചോയ്സ് ആണ്. പിന്നെയുള്ള ഒന്നാണ് FCI എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി FCI ഉണ്ട്. അതായത് അതും ഗവൺമെന്റ് സെക്ടർ ആണ്. അവിടേക്ക് നമുക്ക് ജോബായിട്ട് കുറെ പേര് അവിടത്തേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് അഗ്രികൾച്ചർ റിസർച്ച് സയന്റിസ്റ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ആണ്. അതായത് പല സ്ഥലത്തും നമ്മൾ ഇതിനെ കുറിച്ച് സയന്റിസ്റ്റ് ആയിട്ട്, പക്ഷെ അത് പഠിക്കാൻ നമുക്ക് PhD വേണം. ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് PhD വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് സയന്റിസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ വൺസ് നമ്മൾ ആ ഒരു പോസ്റ്റ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സാലറി പോലും നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. അത്രയും നല്ല പോസ്റ്റ് ആയിരിക്കും. പിന്നെ എസ്പെഷ്യലി നമുക്ക് പുറത്ത് എന്ന് പറഞ്ഞാല് കുറെ ഫാം ഒക്കെ ഉള്ള കൺട്രീസ് ഉണ്ടാവുമല്ലോ, സ്വിറ്റ്സർലാൻഡ് പോലത്തെ പല കൺട്രീസിലും ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ആണ് അഗ്രികൾച്ചർ പഠിച്ചാൽ, കുറെ ഫാമുള്ള സ്ഥലങ്ങളിൽ. അപ്പം അവിടെയൊക്കെ നമുക്ക് സയന്റിസ്റ്റ് ആയിട്ട് പോവാന്ന് പറയുന്നത് നമ്മൾ അത്രയും നമ്മുടെ ലൈഫ് ഏറെക്കുറെ സെക്യൂർ ആയി. അതൊരു MBBS പഠിക്കുന്ന ഡോക്ടർക്കാളും നമുക്ക് എന്താ പറയാ അത്രയും സെക്യൂർ ആയി എന്ന് പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഉള്ളത് പ്രൈവറ്റ് സെക്ടറിലാണ്. പ്രൈവറ്റ് സെക്ടറിലും ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ലൈക്ക് ബയോടെക് ആയാലും പിന്നെ ടിഷ്യൂ കൾച്ചർ, പിന്നെ സോയിൽ സർട്ടിഫിക്കേഷൻ, പിന്നെ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് സീഡ് സർട്ടിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ, അതായത് ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള എന്താ പറയാ സീഡാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ സർട്ടിഫൈ ചെയ്യല്ലോ ചില കമ്പനി. അപ്പം അങ്ങനത്തെ കമ്പനീസിൽ നമുക്ക് പിന്നെ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ, അതായത് ഈ നിലത്ത് കൃഷി ചെയ്താൽ നമുക്ക് ഇത്രയും പ്രൊഡക്റ്റ് കിട്ടും, അപ്പൊ ആ നിലത്തിന് സർട്ടിഫൈ ചെയ്യുക. അങ്ങനത്തെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസും പ്രൈവറ്റിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പലരും ജോലി ഇല്ലാന്ന് പറയുന്ന അവർ ഇതിനെ കുറിച്ച് അവെയർ അല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആരും ഇതിന് പുറകെ എനിക്ക് ജോലി ഇത്രയും കുറെ സാധ്യതകൾ അറിഞ്ഞിട്ടൊന്നും പോകുന്ന ആളായിരിക്കില്ല. പിന്നെ കുറെ പേര് പ്രൈവറ്റിൽ പഠിച്ച ആളുകളായിരിക്കും. അപ്പം എനിക്ക് ഇത്ര കാര്യങ്ങളാണ് അറിയുന്നത്. ഇതിലേക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഞാനിപ്പോ പറഞ്ഞതിനേക്കാൾ നിങ്ങൾക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. കാരണം നമ്മൾ അവിടെ ഒരു കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ സീനിയേഴ്സ് വഴി അല്ലെങ്കിൽ നമ്മൾ ടീച്ചേഴ്സ് വഴിയൊക്കെ നമ്മൾ വേറെ കുറെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത കുറെ മേഖലയെ കുറിച്ച് നമ്മൾ അവിടുന്ന് അവെയർ ആയിരിക്കും. അപ്പം നമ്മൾ അതൊക്കെ നമ്മൾ വൺസ് കോളേജ് എൻറ്റർ ചെയ്യണം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ധൈര്യത്തോടെ ഈ കോഴ്സ് എടുക്കാം കേട്ടോ. എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ് ഈ കോഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യത്തോടെ ഈ കോഴ്സ് എടുക്കാം. ഇനി നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോഴ്സിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഥവാ MBBS സീറ്റ് കിട്ടാണ് നിങ്ങൾക്ക് അവിടുന്ന് മാറാം കേട്ടോ. അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷനൊക്കെ പോയതിനു ശേഷം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് അറിയണമെങ്കിൽ കമന്റ് ചെയ്യാം. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.